ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും എൻ്റെ ചിരിയും കാര്യങ്ങളും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മളിന്ന് വീണ്ടും എന്തിനാണ് വന്നിരിക്കുന്നത്. അതേ കാര്യം നമ്മളിന്ന് വീണ്ടും ആലപ്പുഴയിൽ കൊച്ചിയിലും ചെയ്ത അതേ സാധനം വീണ്ടും നമ്മൾ കൊച്ചിയിൽ ചെയ്യാൻ വന്നിരിക്കുക. അതേ ഡേറ്റ് വിത്ത് സ്ട്രേഞ്ചർ ഗേൾ പാർട്ട് 1, 2, 3, 4. സ്ട്രേഞ്ചർ ഗേളുള്ള നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഞാൻ കുറച്ചുകൂടെ സ്പെഷ്യലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴേ പറഞ്ഞാൽ അതിൻ്റെ ഗുമ്മ വരുന്നത്. ഞാൻ എന്തായാലും അവിടെ ഫോൺ ഒഴിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് പോയിട്ട് ഒരു കിഡിനൊരു ഫ്ലവർ ഒരു ബൊക്കെ കുഞ്ഞൊരു ബൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യണം. നമുക്ക് നേരെ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാനൊരു ഹാഫ് ആൻ അവറിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഹാഫ് ആൻ അവർ ട്രാവലിംഗ് കൊണ്ട് അവിടെ വരെ. സോ ട്രാഫിക് കൂടുന്നതിന് മുമ്പും വെയിലും നമ്മുടെ ഗോൾഡൻ അവർ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ നേരെ ആളുടേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഏതോ ലൊക്കേഷൻ നോക്കി ഏതോ മലമുകളില്ല എവിടെയോ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മേ ഇപ്പം ചെയ്തതിന് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ലൊക്കേഷൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ് എത്തിപ്പെടുന്നത്. പക്ഷേ ഇത് അമ്മേ കറങ്ങി തിരിഞ്ഞ് ഞാനിപ്പോൾ എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ വിളിച്ച് ചോദിച്ചോക്കട്ടെ ലൊക്കേഷൻ ഇത് തന്നെയാണെന്ന് വിളിച്ച് ചോദിക്കട്ടെ. കറങ്ങി തിരിഞ്ഞ് നമ്മൾ സിറ്റിയിലൊന്നും അല്ല, സിറ്റിയിൽ നിന്നൊക്കെ അങ്ങ് മാറും ഉള്ളിലൊക്കെ ഏത് പ്രദേശം. എന്തായാലും കുഴപ്പമില്ല, ആളിപ്പോൾ ഇങ്ങോട്ട് വരാമെന്നിട്ടുണ്ട്. വന്നത് ഏറ്റവും കൂടുതൽ സമയം ട്രാവൽ ചെയ്തും ഭയങ്കര ഉള്ളിലേക്ക് വന്നൊരു സ്ഥലം ഇതാണ്. കൊള്ളാൻ എന്തായാലും അയ്യോ എന്തായാലും വരവെന്തായാലും ഗംഭീരമായിരുന്നു. ഇനി ആള് വന്നിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്ത സാധനം തരുന്നതാണ് നമ്മളുടെ വേറൊരു ഇത്. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മളാളെ പിക്ക് ചെയ്തിട്ടുണ്ട്. എടാ എവിടെ പോകണം, എന്ത് ചെയ്യണം നീ പറ, നിൻ്റെ ഓപ്ഷൻ. കോഫി എവിടെ, എങ്ങനത്തെ കഫേയിൽ പോകണോ അതോ നോർമൽ നമ്മുടെ ലോക്കൽ സെറ്റപ്പിൽ പോകണോ, യു ക്യാൻ ചൂസ്. അത് മൂവിക്ക് പോകണോ, കോഫി അതെ പറഞ്ഞ ഏത് കോഫി എവിടെ പോകും, കഫേ ഓർ ലോക്കൽ നമ്മുടെ നോർമൽ ചായക്കട, ആംബിയൻസ് ഒക്കെ നൈസായിരിക്കും. അപ്പോൾ ഓക്കെ കഫേ ഫിക്സഡ്. ഞാൻ ലൊക്കേഷൻ ആട്ടെ എന്നിട്ട് സത്യം പറയാൻ നമ്മൾ വണ്ടിയിൽ പോക്ക് മാത്രമല്ല അല്ലേ, എത്ര ലോങ് ഇത് നമുക്കൊരു ഒന്നാമത് ഇൻഫോ പാർക്കിനോടെ ഈ മെട്രോയുടെ പണിയൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇല്ലായിരുന്നു ഇവിടെയൊക്കെ നൈസ് വൈബുള്ള സ്ഥലമായിരുന്നു. മെട്രോയുടെ പണിയൊക്കെ കൊണ്ടാണ് ഇന്നത്തെ പ്രത്യേകത എന്താ ഞാൻ പറയാം. ആ പ്രത്യേകത ഞാൻ പറയാം, ഇവള് സ്ട്രെയിഞ്ചർ ആണെങ്കിൽ പോലും എന്താ പ്രത്യേകത, എൻ്റെ ഫോളോവറും കൂടിയുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. എന്നോട് രണ്ടാമത്തെ സ്ട്രേഞ്ചറിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് പറഞ്ഞത്, എന്താ പറഞ്ഞേ ഞാനും കൂടി വന്നോട്ടെ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പൊ അത് വെച്ചിട്ട് എന്തായാലും ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്ന ഫസ്റ്റ് ടൈമാണ്. ഇടയ്ക്ക് സ്റ്റോറി റിയാക്ഷൻ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ കുറച്ചുകൂടി ക്ലോസ് ആയത് ഒരു 1 month ആവുന്നേ ഉള്ളൂ. അപ്പൊ അത് 1 month ആയെന്ന് ഞാൻ എന്തെങ്കിലും വിഷയമെന്ന് ഉടനെ പറഞ്ഞു കൊള്ളിക്കാം. എവിടെ പറയും. പക്ഷെ ഭയങ്കര ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ, ഞാൻ എപ്പോഴും പറയുന്ന സംഭവം എന്താണ്, നിന്നോട് സംസാരിക്കുമ്പോഴാണ് ആ ഒരു ഉള്ളിക്കട ഒരു മനസ്സിന്റെ സാധനം ഉണ്ടാവില്ല, ഈ ഭയങ്കര വെയിറ്റ് ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. ആ വെയിറ്റ് ഇരിക്കുന്ന ഫീല് പോകുന്നത് നിന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ നോക്കത്തില്ലേ, ഞങ്ങള് ദീർഘനിശ്വാസം വിളിക്കത്തില്ലേ, അത് നീയോട് സംസാരിക്കുമ്പോഴാ. സീരിയസ്ലി അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. അത് സ്പെഷ്യൽ അല്ല, കണക്ട് ആവുന്ന ചില ആൾക്കാരുണ്ട്, അതുപോലെ കണക്ട് ആയതെന്ന് നീ. സോ ഞാൻ ഇത്ര നേരം നിന്നെ കുറിച്ച് ഞാൻ വാചാർജനായി. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്റെ പേര് അനഘ, പക്ഷെ എല്ലാരും അങ്ങനെ അനഘ എന്ന് പറഞ്ഞാൽ അറിയില്ല. മിതാസ് എല്ലാവർക്കും അറിയുള്ളൂ. ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നതും എന്റെ പേര് കുറെ കിട്ടിയത് ഞാൻ തപ്പി കണ്ടുപിടിച്ചെടുത്താണ്. അത് ഞാൻ കണ്ടൊരു സംഭവം, ഞാൻ ഒരു സർവീസ് കണ്ടാണ്. അത് എവിടെ ഞാൻ പറയത്തില്ല. ഞാൻ കണ്ടു ഇവക്ക് കണ്ട സമയത്ത് ഭയങ്കര ചാടയായിരുന്നു. ഭയങ്കര ചാടയായിരുന്നു. ഞാൻ എന്റെ പണിയിൽ ഓടി നിൽക്കുമായിരുന്നു. ഭയങ്കര ചാടയായിരുന്നു. പണിയൊന്നുമില്ല, ഭയങ്കര ചാടയായിരുന്നു. അത് പിന്നെ കുറച്ചുമ്പോഴേ പട്ടി കാണിക്കില്ല. അങ്ങനെ ഷോ 4 പെൺപിള്ളേരെ കണ്ട ഷോ, അത് കാരണം എന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവക്ക് എന്നെ പരിചയമുണ്ട്. അങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മളപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമോ കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കോണ്ടാക്ട് വന്നു. അതാണ് കണക്ട് ആവുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അതാണ് മെയിൻ സംഭവം. നമ്മളിപ്പോൾ കഫേയിലേക്ക് പോകുന്ന ഓൺ ദ റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചുമ്മാ വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇവക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊരു കഫേയിൽ, പോയംസ് കഫേയിൽ വന്നു. ഓളുടെ ചോയ്സാണ് ആർട്ട് ആണോട് എൻട്രി, പോയംസ് കഫേ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഫേയിലേക്ക് നമുക്ക് വെളിയിരിക്കണം, അതിരിക്കണം.
അകത്തെങ്ങനെയുണ്ടോ നോക്കിയിട്ട് പുറത്തിരിക്കാം. അകത്തെങ്ങനെ നോക്കിയിട്ട് വെളിയിലേക്ക് അകത്തെങ്ങനെയുണ്ടോ നോക്കിയിട്ട് പുറത്തിരിക്കാം. എവിടെയായിരുന്നു ഇതിവിടെ എൻട്രി വരുന്നത് എനിക്ക് ഇതിലെന്തോ എൻട്രി അകത്തിരിക്കണ്ടോ നമുക്ക് പുറത്തിരിക്കാം. അകത്ത് ക്രൗഡ് നമുക്ക് അവിടെ ഇരിക്കാം. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. ഓക്കെ സെറ്റ്. ഐസ്ഡ് ചോക്ലേറ്റ് അതിനകത്തുണ്ടല്ലോ നോക്കൂ കാണൂ ഈ പ്രപഞ്ചം. ഏത് വേണം ഓർഡർ ചെയ്യാം, നിൻ്റെ ഇഷ്ടമാണ്. ആ ചോക്ലേറ്റ് ബ്രൗണി വിത്ത് ഐസ്ക്രീം. പിന്നെ ഒരു ഫിലി ചീസ് സ്റ്റിക്ക് ബീഫും കഫേ ലാറ്റെ ട്രൈ നോക്കാല്ലേ. ഒരു കഫേ ലാറ്റെ എങ്ങനെയുണ്ട്? ആംബിയൻസ് കൊള്ളാല്ലേ? യാ ഭയങ്കര പീസ്ഫുൾ. പീസായിട്ട്. നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ഫ്യൂച്ചർ പ്ലാൻസ് നീ അപ്പം ഇപ്പം ഇതുവരെ നീ ചെയ്തിട്ടുണ്ട്, എന്തുവരെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ നഴ്സായിരുന്നു. നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 years വർക്ക് ചെയ്തു. ഇപ്പം എന്ത് നേഴ്സിംഗ് അത് നഴ്സിംഗ് ഫീൽഡ് ഓക്കെയാണ്, പക്ഷേ കുറച്ചും കൂടി എനിക്ക് പാഷൻ ഒരു എയർപോർട്ടിലൊക്കെ കയറി ക്യാബിൻ ക്രൂ ഒന്നും വേണമെന്നില്ല, ഗ്രൗണ്ട് സ്റ്റാഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നോക്കണമെന്നുണ്ട്. അപ്പം നീ പിന്നെ നേഴ്സിംഗിന് പോയി ആര് പറഞ്ഞിട്ടാ? അത് കുറച്ച് ബാക്ക് സ്റ്റോറീസ് അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള ലൈഫിൽ ജീവിക്കുന്നു. അപ്പം അതുകൊണ്ട് നഴ്സിംഗ് കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ തൽക്കാലം ക്ലാസ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നോക്കട്ടെ എന്തായതാണ്. അതിൽ ഓക്കെ ആണെങ്കിൽ അത് ചൂസ് ചെയ്യും, ഇത് ഓക്കെ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്യും. ഞാൻ നേരത്തെ നോക്കി വെച്ച ഫ്രെയിം അത്ര പോരായിരുന്നു. ഫ്ലോപ്പായില്ല. നമ്മൾ ഇവയ്ക്ക് അവളുടെ കംഫർട്ടാണല്ലോ നമ്മൾ നോക്കേണ്ടത്. നമ്മളിപ്പോഴും കൂടെ വരുന്ന ആൾക്കാരുടെ കംഫർട്ട് നോക്കണം. അവർക്ക് എന്താണെന്ന് ഇഷ്ടം അത് നോക്കണം, അവർക്ക് എന്താണ് കഴിക്കാൻ തോന്നണം അത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അവരുടെ കംഫർട്ടാണ് നമ്മൾ ഏറ്റവും. എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മളിപ്പം ഇപ്പം നീ ഇങ്ങോട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണെങ്കിൽ അവർ വന്നിട്ട് അവർ ഹാപ്പി ആയിട്ട് പോകണം. അല്ലെങ്കിൽ അവർ ആ ഒരു ചിലപ്പോൾ ഒരു ടൈം ഉണ്ടാവില്ലടാ, ആ ടൈമിൽ നിന്ന് മാറി അവരൊന്ന് ഹാപ്പിയാണ്, ഉള്ള ടൈം ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് ഞാൻ കണ്ട് എപ്പോഴാണെന്നറിയാവോ? എപ്പോഴാണ്? പക്ഷെ അതെനിക്ക് എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. കാണുന്നു, ജസ്റ്റ് ഒരു ഹഗ്ഗിൽ തുടങ്ങുന്നു എന്നായിരുന്നു. കൊള്ളാം. അങ്ങനെ നിനക്കാരും തന്നിട്ടില്ലല്ലേ? മറ്റേ പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ കിട്ടും, പക്ഷെ അത് കഴിഞ്ഞ് നമുക്കൊരു അത്ര ക്ലോസ് ആയിട്ടുള്ളവരല്ലേ തരുള്ളൂ. പിന്നെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാറില്ല. അപ്പം ഞാൻ സ്പെഷ്യലാണ്. അതാണ് പക്ഷെ അത് ഞാൻ നിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ട് നിൻ്റെ ഹൈലൈറ്റേഴ്സ് നോക്കിയിട്ട് നിൻ്റെ 1-2 കളേഴ്സ് ഞാൻ നോക്കി. ഹൈലൈറ്റ് കഴിയുന്ന ഡ്രസ്സിൻ്റെ കളേഴ്സ് നോക്കിയിട്ട് അങ്ങനെ നോക്കി ഞാൻ സെലക്ട് ചെയ്തത് ഈ കളേഴ്സ്. വേണ്ട, ഇത് നിൻ്റെ ഹൈലൈറ്റ്സിലുള്ള അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് റോസ് പൂവില്ലാത്തതുകൊണ്ടാണ്. ബ്ലാക്ക് റോസ് ഉണ്ടടാ, പക്ഷെ അവിടെ ഇല്ലായിരുന്നു. യു ഹാവ് ടു കീപ്പ് ഇറ്റ്. ഞാനത് എടുത്ത് വയ്ക്കും. ഞാനത് ഒരുപാട് കാലം എടുത്ത് വയ്ക്കും. കാരണം നമുക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കൊണ്ടുതരുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ പറഞ്ഞു ഈ 1 month ആയി നമ്മൾ കണക്ട് ആയെന്ന് പറഞ്ഞാലും ഭയങ്കര ഇതാണ് ഇവിടെ. ഞാനും ഭയങ്കര റിലീഫ് കണ്ടെത്തുന്ന ഒരു വൺ ഓഫ് ദ പേഴ്സണാണ്. ഒരുപാട് പേഴ്സൺസ് ഉണ്ട്. പിന്നെ ആകെ പ്രശ്നം ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അതിന് കുറച്ച് ടൈം എടുക്കും, പക്ഷെ എടുക്കും. അതിനാവശ്യമുള്ള സമയത്ത് ഞാൻ എടുക്കും, പക്ഷെ വിളിച്ചുകൊണ്ടിരുന്നാലുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവില്ല. ഓരോ കംഫർട്ട് സോൺ കിട്ടിയിട്ടുണ്ട് ഇവളുടെ ഇടക്കുന്ന. ഇവക്ക് നിനക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്ന? അതുകൊണ്ടല്ലേ എടുക്കുന്നല്ലേ ഞാൻ എടുക്കും. അതെന്താ അങ്ങനത്തെ കംഫർട്ട് സോൺ വരുന്നത്? എപ്പോഴായിരുന്നു വന്നത്? എങ്ങനത്തെ മൊമെന്റ് ആയിരുന്നു കംഫർട്ട് സോൺ വന്നത്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നും സ്പെസിഫൈ ചെയ്ത് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ വൈബ് തോന്നുമല്ലോ. എൻ്റെ വീഡിയോസൊക്കെ റെഗുലർലി ഇരുന്ന് കാണുന്നതല്ലേ, സോ അങ്ങനെ വൈബ് വന്നാ കൊള്ളാം നല്ല. പിന്നെ നമ്മളെ ഫസ്റ്റ് മീറ്റിൽ ഞാൻ നിന്നെ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. ജാട കണ്ടാൽ നമുക്കറിയാലോ അശുവാണെന്നുള്ള കാര്യം അറിയത്. അത് കഴിഞ്ഞ് പരിചയപ്പെട്ടപ്പോ അങ്ങനെ തോന്നില്ല. പരിചയപ്പെട്ടപ്പോ നിനക്ക് എന്തായിരുന്നു ഫസ്റ്റ് വന്ന്? അയ്യോ ഈ സാധനമാണ് അവിടെ ജാട അവിടെ ഇങ്ങനെ ഷോ കാണിച്ചു നടന്ന രണ്ട് പെമ്പിളൊക്കെ നമ്മളുടെ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ഷോ കാണിക്കണ്ടേ? അത് ഞാൻ വിളിച്ചിട്ട് ജസ്റ്റ് ഓക്കെ ഹായ് പറഞ്ഞു പോയിട്ട് ഹായ് പോലും ഇല്ല. അവിടെ വന്നിട്ട് ഞാൻ നിന്നെയാണ് ആദ്യം വിളിച്ചേ. ഞാൻ വേറെ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവക്ക് ഓരോ സ്റ്റോറിയും കാണുമ്പോഴത്തേക്കും ഞാൻ വിളിക്കാം എന്ത് പറ്റി. അപ്പം പിന്നെ പറഞ്ഞ് ഞാൻ ഒരുമാതിരി കംഫർട്ട് ലെവലിൽ കൊണ്ടെത്തിക്കും. അപ്പം അവൾ ഓക്കെയാണ്. ഇപ്പം ഞാൻ നേരെ തിരിച്ച് അങ്ങോട്ടായി. നിൻ്റെ ഇപ്പം എന്താ പറയുക ഒരു ഡേറ്റിന് പോകുന്ന സംഭവം വരില്ലടാ. അപ്പം നിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? നമ്മളെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. പക്ഷെ എന്നാലും നമ്മളെങ്ങനെ കെയർ ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ഈ ഫ്ലവറൊക്കെ കൊണ്ടെത്തുന്നല്ലോ. ഇത് ഞാൻ ഇനി ചത്താലും മറക്കില്ല. പിന്നെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഇനിയിപ്പോൾ എവിടെ കണ്ടാലും ജസ്റ്റ് നമുക്ക് മൈൻഡിൽ ആദ്യം വരുന്ന കാര്യം ഇതായിരിക്കും. അതാണ് സംഭവം. അതാണ് പക്ഷേ ഞാൻ പറയട്ടെ, പെൺകുട്ടികൾക്ക് നിങ്ങളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രേമിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയണം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഓരോ ഫ്ലവേഴ്സ് കൊണ്ട് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളോട് എങ്ങനെയാണോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളും അതുപോലെ നിന്ന് കഴിഞ്ഞാൽ സെറ്റാണ്. അന്ന് നമ്മളൊക്കെ മുട കാണിച്ചിട്ട് അവിടെ കിടന്നുണ്ട് ഷോ ഇറക്കിട്ടൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇവള് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ എത്രയോ പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരും റിപ്ലൈ ആയിരുന്നില്ല. എല്ലാവർക്കും ചിലപ്പോൾ ചിലർ കംഫർട്ട് കാണില്ല, ചിലർക്ക് ഇത് കാണത്തില്ല. അല്ലാണ്ട് ഇപ്പം അങ്ങനെയൊക്കെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല.
ഇളക്കരുത്. അതെങ്ങനെ ഇളക്കി മുന്നേ ഞാൻ കുടിക്കും. ഇല്ല ഇളകില്ല, ഇളകാണ്ട് നോക്കാം ഞാൻ മാക്സിമം. എടാ ഷുഗർ അല്ല, സ്വീറ്റ് ആയതുകൊണ്ട് ഷുഗറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ബിക്കോസ് ഞാൻ സ്വീറ്റ് ആണ്. അല്ല, ഞാൻ കൂട്ടത്തിലുണ്ട്. ഞാൻ സ്വീറ്റ് ആണ്. ഞാനും സ്വീറ്റ് ആണ്. അപ്പോൾ രണ്ട് സ്വീറ്റോട് ചെയ്യുമ്പോഴത്തേക്കും എക്സ്ട്രാ സ്വീറ്റിൻ്റെ ആവശ്യമില്ല. അതാണ് സംഭവം, മനസ്സിലായോ? ഇളക്കൂ, ഇളക്കിട്ടോ എന്നിട്ട് ഇളക്കിയോ? ഫുള്ള്. എൻ്റെ ഇഷ്ടം. പക്ഷെ അത് കളയാണ്ട് കഴിക്കണായിരുന്നു. എനിക്കാ ഫസ്റ്റ്. കഴിച്ചോളൂ. ചോക്ലേറ്റ് കുറച്ചും കൂടി ഇഷ്ടമുള്ളതുകൊണ്ട് ചോക്ലേറ്റ് ഞാൻ പ്രിഫർ ചെയ്താൽ തരാം. ഞാൻ ചോക്ലേറ്റ് തന്നെ പ്രിഫർ ചെയ്യാണ്ടിരുന്നത് നമ്മൾ സ്വീറ്റ്. അങ്ങനെ കഴിച്ച രസം മധുരമല്ല. മധുരമില്ല, അത് ഒബ്വിയസ്ലി ഇതിനകത്ത് എസ്പ്രസ്സോക്കകത്ത് മധുരം കാണുമല്ലോ. പക്ഷെ അടേ നല്ല രസം ഉണ്ടാവും. നീ കഴിച്ചു നോക്ക്. എനിക്കറിയാം, ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചു. എന്നെ കൊണ്ട് കഴിപ്പിച്ചല്ലേ, കഴിപ്പിച്ചു. പറ. എസ്പ്രസ്സോ മധുരം ഉണ്ടാവും. അതുതന്നെ മധുരം ഇല്ലാണ്ട് എനിക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം. പക്ഷെ മധുരമാണ് കുടിക്കുന്നവരുണ്ട്. ഞാൻ ഷുഗർ കട്ടിങ് ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണ് വീണ്ടും തുടങ്ങി. വീണ്ടും ജിമ്മിൽ പോയി സെറ്റ് ആവും. ഇവിടെ വന്നിട്ടല്ലേ ഉള്ളൂ. സോ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ പോകാനുള്ള ധൈര്യമായിട്ടില്ല. അതിനെന്താ നീ, ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇവളുടെ ഈ ലൊക്കേഷൻ ഭയങ്കര ഉള്ളിലേക്കാണ്. ഇവിടെ നിന്ന് മാറി ലൊക്കേഷൻ ആക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായിരിക്കുന്നതായിരിക്കും. അല്ല, വരുന്നില്ല. ഇതെന്താണ് വരാൻ? ഓ, രണ്ട് കൈ പിടിക്കും. അങ്ങനെയാണ് എത്ര കുഴപ്പമില്ല. കുഴപ്പമില്ല. പക്ഷെ ചോക്ലേറ്റ് തരില്ല, നോക്കണ്ട. ഇല്ല, കൂച്ചോ. കുഞ്ഞു പീസൊക്കെ കട്ട് ചെയ്യാൻ പാട്. ഇത് പറ്റൂലടാ, ബ്രെഡ് കട്ടർ അല്ലേ ഇത്? നോക്ക്. അല്ല, അത് അങ്ങനെ വെച്ചിട്ടാണ് ഇതാക്കേണ്ടത്. പക്ഷെ ഫോർക്ക് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്താൽ ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിച്ചു. ഇത്രയും വലിയ ബൈറ്റ് തന്നെ എടുക്കും. നോ യു. അത്രയും വലിയ ബൈറ്റ്, ചെറിയ ബൈറ്റ് ഉള്ളത്. ചെറുതാടാ, ബാക്കി കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ഞാൻ പറഞ്ഞില്ല അത് എടുക്കാൻ പറ്റില്ല. കൊള്ളാം. ബീഫായോണ്ട് പ്രത്യേകിച്ച് രസമുണ്ട്. ബീഫായോണ്ട് രസമുണ്ട്. ബീഫ് ഇഷ്ടമാണ്, പക്ഷെ ബീഫ് ചില ഐറ്റംസ് ഉണ്ടാവില്ല, അങ്ങനെ ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് ചിക്കനാണ് ഫേവറേറ്റ്. പക്ഷെ ഇങ്ങനെയൊക്കെ ബീഫ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കഴിക്കും. പക്ഷെ ഇങ്ങനെ കറി പോലെയൊക്കെ ഉണ്ടാക്കില്ലേ, അതൊന്നും കഴിക്കില്ല. പക്ഷെ ബീഫ് ഇഷ്ടം. എന്തൊരു കോൺസെപ്റ്റ്, ഒരാള് നിന്റെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ നീ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അയാൾ എങ്ങനെ ആയിരിക്കണം നിന്നോടുന്നുള്ള ഇതുണ്ടല്ലോ, അതെന്തായിരിക്കും? വൈബ് സെറ്റായാൽ മതി. ഇപ്പം നിന്റെ വർക്കായിട്ടും അങ്ങനെ പോകുന്നതും എങ്ങനെയൊക്കെ ആയിരിക്കണം? നിന്നെ എങ്ങനെയായിരിക്കും ടേക്ക് കെയർ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ പറയുന്ന കാര്യം പറഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതല്ലേ. ഇപ്പോൾ എന്താ പറയാ, ഇപ്പം നീ എനിക്കിപ്പോൾ ഫ്ലവർ കൊണ്ട് തന്നില്ലേ, ഇപ്പം ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ. പക്ഷെ നിന്നെ കാണാൻ വരുമ്പോൾ ആ ഒരു മൊമെന്റ് കുറച്ചും സ്പെഷ്യൽ ആവാൻ വേണ്ടി നീ ചെയ്തു. അതുപോലെ ചെയ്യാം. അങ്ങനെയൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. പിന്നെ ഫ്രണ്ട്ലി ആവണം. എന്തും പറയാം. നമുക്കിപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ പറയാണ്ടിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അത് അവർ ബാഡായിട്ട് എടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. കുഞ്ഞു കുഞ്ഞു എക്സ്പെക്ടേഷൻസ് മാത്രമേ ഉള്ളൂ. നീ പണ്ട് മോഡലിംഗ് അല്ലായിരുന്നോ? പണ്ടെന്നല്ല, ഞാൻ ഒരിടക്ക് വരെ ഒരു ടൈമിൽ മോഡലിംഗ് തുടങ്ങി. പിന്നെ അതിപ്പോൾ സ്റ്റോപ്പായി. ഇപ്പോൾ ഈ ഒരു വഴിക്ക് ഞാൻ പോകുന്നുണ്ട്. പതിയെ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ ശോഭിച്ചേട്ടനുണ്ട്, ഞങ്ങളുടെ CEO ആണ് ആള്. ഞങ്ങളെ കെയർ ഓഫ് ചെയ്യുന്ന അത്ര ഇതായിട്ടാണ്. കാരണം അങ്ങേരെ ഞങ്ങളൊരു മറ്റേ ഇയാളില്ലേ, മമ്മൂട്ടി ഉണ്ടല്ലോ, ഹിറ്റ്ലറായിട്ട് നടക്കുന്നത്, അതേപോലെ. അപ്പൊ ഞങ്ങളെ അങ്ങനെ ആരും വന്ന് ചൊറിയാനും ഇതിന് നിൽക്കില്ല. എല്ലാവർക്കും പേടിയാണ് ഞങ്ങളുടെ സംസാരിക്കാം. ചേഞ്ച് ചെയ്യാൻ പറ്റട്ടെ. കുറച്ച് മുമ്പ് ഒരു മൂഡ് സിങ്സിന്റെ ഒരു ചെറിയൊരു ഗ്ലൂമി ഉണ്ട്. നമ്മൾ അവിടെ ഇൻഫോ പാർക്കിന്റെ വാക്കുവരെ നിന്നിട്ട് ആ വീഡിയോ ചെറിയ ഗ്ലൂമി ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവളുടെ മുഖത്ത് ഭയങ്കര ഇതുണ്ട്. അതെന്തായാലും നിന്റെ മുഖത്തൊരു ഹാപ്പിനെസ് വന്നില്ലേ, തെളിച്ചം വന്നില്ലേ, അതാണ്. അത്രയുള്ളൂ. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ കൂടുതൽ വരുന്ന ആൾ ഒരിക്കലും ഇതായിട്ട് വരാം. ഹാപ്പി ആണോ, ബി ഹാപ്പി ആൾവേസ്. അത്രയുള്ളൂ. അത് നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. നിന്നെ കൂടെ തന്നെ ഇരിപ്പുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട്. കൊള്ളാം. കഴിച്ചോ? കൊള്ളാം എന്ന് പറയണ്ട, കൊള്ളാം. കൊള്ളാം, കഴിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. മസ്റ്റ് ട്രൈ ചെയ്യാനൊന്നുമില്ല, പക്ഷേ കൊള്ളാം. സോ മച്ച്. എങ്ങനെയാണ്ടാ? നീ ഹാപ്പിയാണോ? ഡബിൾ ഹാപ്പി. ആ പൂ തന്നപ്പോഴേ ഫ്ലാറ്റ് ആയി ഫസ്റ്റ്.
അത് കൂടുതൽ ഇനി ഒന്നും വേണ്ട. ഇത് വന്നാലും പിന്നെ മറ്റേത് ഇതിനു വേണ്ടിയാ ഞാൻ കൂടെ വന്നേ. ഇതിനു വേണ്ടിയാ കണ്ണേട്ടൻ്റെ കൂടെ നാരങ്ങോട്ടായി എന്ന് പറയുന്നത്. അത്രേ ഇത് ഞങ്ങളുടെ ഡേറ്റ് അവസാനിപ്പിക്കുന്നു. എടാ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മൾ പറഞ്ഞില്ല മറ്റേ ഫസ്റ്റത്തെ അതിൽ തന്നെ സെറ്റായി, ഫ്ലാറ്റ് ആയി പോയി. നീ എന്തോരം ഹാപ്പിയാണ് അത് പറ. ഇത്ര ഹാപ്പി. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്തോരം ഉണ്ടോ, ഡബിളിന്റെ ട്രിപ്പിളിന്റെ നന്നായിട്ട് ക്രിഞ്ച് അടിക്കുന്നുണ്ടാവും. അന്ന് ചെയ്താ നമ്മ തന്നെ കണക്ട് ആവുന്ന ആൾക്കാരല്ലേ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല, സെറ്റായിരുന്നു. 1 out of 10 എത്ര? പ്രശ്നം അറിയാം, ചോക്ലേറ്റ് എല്ലാം കഴിച്ചിട്ട് എടാ 1 out of 10 എത്ര ആയിരിക്കും നീ തരാൻ പോകുന്നത്? 10. ഞങ്ങൾ ഫുൾ സെറ്റ് ആയിരുന്നു. സെറ്റ് വൈബായിരുന്നു. 10 ഫസ്റ്റ് ടൈം ആണ് 10 കിട്ടുന്നത്. നീ ആ ഫ്ലേവർ തന്നില്ല മേ ബി ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞൊരു കഫേ ഡേറ്റ് ബ്ലോഗ്. അപ്പം നമ്മുടെ അടുത്ത ഡേറ്റ് ബ്ലോഗ് ആയിട്ട് വീണ്ടും കാണാം. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും ശരി.